നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഈ പൊങ്കാല ഇട്ട അടുപ്പുണ്ടാക്കുന്നത്, പൊങ്കാല അടുപ്പ് ഉണ്ടാക്കുന്ന ഇഷ്ടികകളുണ്ടല്ലോ, കട്ടകൾ. ഈ ഇഷ്ടിക കട്ടകൾ സാധാരണഗതിയിൽ ഇത് നശിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ടെങ്കിലും മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ നമ്മുടെ പുതിയ കൗൺസിലറൊക്കെ വന്നു, മേയർ വന്നല്ലോ, പുതിയ മേയർ വന്നപ്പം പുതിയ മേയർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച കട്ടകളെല്ലാം ഭാവിയിൽ പിന്നീട് നിർമ്മാണ പ്രവർത്തികൾക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വി രാജേഷിന്റെ വലിയ ക്രെഡിറ്റ് ആണെന്നുള്ള രീതിയിൽ പ്രചാരങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും വി രാജേഷിന്റെ ക്രെഡിറ്റിലോട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ? അതങ്ങനെ വി രാജേഷിന്റെ ക്രെഡിറ്റിൽ ഉൾപ്പെടുത്താൻ കാരണം കഴിഞ്ഞ വർഷവും ഇതേപോലെ തീരുമാനം വന്നതാണ്. അതായത് ഇങ്ങനെ എടുക്കുന്ന ഇഷ്ടികകൾ, കാര്യം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നെന്നല്ല, ഏറ്റവും വലിയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. കാരണം അത്രത്തോളം ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളാണ് ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് ആ ദിവസം എത്തുന്നത്. എനിക്ക് തോന്നുന്നു പിന്നെ ആ പൊങ്കാലയുടെ തലേദിവസം അല്ല, ഏകദേശം 10 ദിവസത്തോളമായിട്ട് തിരുവനന്തപുരം നഗരം നിറഞ്ഞ് ആളുകൾ നിൽക്കുന്ന ഒരു സമയമാണ് ഈ പൊങ്കാല എന്ന് പറഞ്ഞാൽ. അവിടെ ഇപ്പം മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ തിരുവനന്തപുരത്തുകാർ ആൾക്കാരെ വരവേൽക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും, അവിടെ ജാതി മതമൊന്നുമില്ല. ഇത്തവണ തന്നെ പാളയം ഇമാം തന്നെ പ്രഖ്യാപിച്ചിരുന്നില്ലേ, അവിടെ പള്ളിയിൽ തുറന്നു കൊടുക്കും അവർക്ക് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ജാതിക്കപ്പുറം മതേതരത്വത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു സന്ദേശം ഉൾക്കൊള്ളുന്ന ഒന്ന് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള അവിടെ വി രാജേഷ് ഇപ്പോൾ വലിയൊരു പ്രഖ്യാപനം പോലെ നടത്തിയിരിക്കുകയാണ്, ഈ പറയുന്ന ഇഷ്ടിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന്. ശരിക്കും ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. ആര്യ രാജേന്ദ്രൻ അവിടെ മേയറായിട്ടിരിക്കുന്ന കാലത്ത് അവരുടേതൊരു തീരുമാനമായിരുന്നു. ഈ ഇഷ്ടികകൾ, അതായത് ഇഷ്ടം പോലെ, ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഭക്തജനങ്ങൾ വരുമ്പോൾ ഒരു അടുപ്പിന് വരുന്നത് 6 ഇഷ്ടിക വരും. ഈ 6 ഇഷ്ടിക വെച്ചിട്ടാണ് ഇവർ അടുപ്പ് കൂട്ടുന്നത്. ഈ 6 ഇഷ്ടികയെ വെച്ചിട്ട് ഈ ലക്ഷക്കണക്കിന് 10 ലക്ഷത്തോളം ആൾക്കാർ വന്ന് പിന്നെ പൊങ്കാല ഇടുന്ന സമയത്ത് എത്ര ലക്ഷം കട്ടകളാണ് തിരുവനന്തപുരം നഗരത്തിൽ ആ പൊങ്കാല കഴിയുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്നതെന്നറിയോ, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ ആ ഇഷ്ടികകളെല്ലാം കൂടിയിട്ട് കഴിഞ്ഞ തവണ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി എടുക്കും എന്ന് പറയുന്ന ഒരു വലിയ ഒരു സന്ദേശം മേയർ ആര്യ രാജേന്ദ്രൻ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ അന്ന് നമ്മുടെ ഇദ്ദേഹം പ്രതിപക്ഷത്താ എന്ന് വെച്ചാൽ നമ്മുടെ വി രാജേഷ്. അപ്പോൾ BJP-കാരനാണ്. അന്ന് BJP എല്ലാം കൂടെ വലിയൊരു ആഹ്വാനം നടത്തി. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇഷ്ടിക ഒന്നുകിൽ നിങ്ങൾ അവിടെ വെച്ച് ഉടച്ചു കളയണം. എത്ര ജനദ്രോഹപരമാണ്, കൊടുക്കരുത്, ജനദ്രോഹപരമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആ ഇഷ്ടിക നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ അവിടെ വെച്ച് ഉടച്ചു കളയുക, അല്ലെങ്കിൽ നിങ്ങൾ തിരികെ കൊണ്ടുപോകണം. എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും പിന്നെ നിരുത്തരവാദപരമായി ജനങ്ങളോട് ഇവിടെ ഒരു അങ്ങനെ പോലും പാടില്ല. അത്ര പോലും അങ്ങനെ വരുമ്പോഴും ആര്യ രാജേന്ദ്രൻ ആ ക്രെഡിറ്റ് പോവും. അങ്ങനെ ഒരു ക്രെഡിറ്റ് പോലും ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ പറഞ്ഞ നിങ്ങൾ അവിടെ ഉടച്ചു കളയുകയോ അല്ലെങ്കിൽ നിങ്ങളത് കൊണ്ടുപോവുകയോ ചെയ്യുക. നമ്മൾ ആലോചിച്ചു തിരുവനന്തപുരം നഗരത്തിൽ, എന്നിട്ടും കുറെ ഈ പറയുന്ന ഇവരുടെ ആഹ്വാനം ഏറ്റെടുക്കുന്ന ചില സംഖ്യകളുണ്ടല്ലോ, അവര് മാത്രം എന്ത് ചെയ്തു, ആ പറഞ്ഞ പോലെ ഇഷ്ടിക രണ്ടായിട്ട് ഉടച്ച് അവിടെ ഇട്ടിട്ട് പോയി. ബാക്കി ചില സംഖ്യകൾ ഇത് കൊണ്ടുപോവുകയും ചെയ്തു. ബാക്കി ഈ പറയുന്ന പോലെ ആളുകളെല്ലാം ഇഷ്ടിക അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയും, ഇതെല്ലാം കൂടിയിട്ട് തൊട്ടടുത്ത ദിവസം, ഇത് വലിയ സമയകാലം 6 ഇഷ്ടിക ചുമന്നുകൊണ്ട് പോകാൻ അത്ര എളുപ്പമാണല്ലോ. അത് തന്നെ, അവർ കൊണ്ടുപോയൊരു വലിയ മിടുക്കന്മാരാണ്. ആലോചിച്ച് നോക്കിക്കോളൂ. അത്രയ്ക്ക് ഈ വി രാജേഷിന്റെയും RSSന്റെയും BJP-യുടെ ഒക്കെ ഈ ഒരു ആഹ്വാനം കൊണ്ടുപോയന്മാരെ എന്ത് പറയണമെന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ കാര്യം, ഈ പൊങ്കാലയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂട്ടും അതും ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. ഈ പിന്നെ കൊതുമ്പ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ കൂടെ ഇത് തിരിച്ചു പോകുന്ന സമയത്ത് ഈ കലങ്ങളിനകത്ത് ഈ പൊങ്കാല നേദ്യമൊക്കെ ഉണ്ടാവും, 2-3 ഒക്കെ ഉണ്ടാവും. 2-3 കലങ്ങളിൽ നേദ്യമൊക്കെ ഇട്ടിട്ട് പിന്നെ ഈ തെരളി ഉണ്ടാവും, പിന്നെ വേറെ ഒരു എന്താ പറയാ മണ്ടപ്പുറ്റ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പൊ ഈ ഇത്രയും സാധനങ്ങളും ഇതെല്ലാം കൂടിയിട്ട് വേണം കൊണ്ടുപോകാൻ. തിരുവനന്തപുരത്ത് നിന്നിട്ട് ഇനിയിപ്പോ വേറെ ആർക്കെങ്കിലും ഇത് കൊടുത്തിട്ട് പോകാന്ന് വെച്ചാൽ നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുകാരുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ സാധനമുണ്ട്. അപ്പൊ ഇത് പിന്നെ അത് പൊങ്കാല നേദ്യമുണ്ട്, തെരളിയുണ്ട്, ഈ മണ്ടപ്പുറ്റുണ്ട്, ഇതെല്ലാം എല്ലാവരുടെയും കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് കൊടുത്തിട്ട് പോക്ക് നടക്കില്ല, ഇത് കൊണ്ടുപോകണം. തന്നെയല്ല നാട്ടില് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടാണ് ഈ പൊങ്കാല ഇടുന്നത്. ആ കൂടെ ഈ പറയുന്ന 6 ഇഷ്ടികയും കൂടി ഇവർ കെട്ടിച്ചവന്നുകൊണ്ട് പോകേണ്ട ഗതികേടാണ്. ആ രീതിയിലാണ് ഇവർ ആഹ്വാനം ചെയ്തത്. അപ്പം ഇതിപ്പോ അവരുടെ ഈ പറയുന്ന
ഈ പുതിയ മേയറുടെ ഒരു വലിയ ഭരണപരിഷ്കാരം പോലൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. മേയർ ആര്യ രാജേന്ദ്രൻ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുകയും ഇഷ്ടികകൾ തൊട്ടടുത്ത ദിവസം തന്നെ ഇതെല്ലാം നീക്കം ചെയ്ത് കൊണ്ടുപോകും. തൊട്ടടുത്ത ദിവസമല്ല, രാത്രി ഇത് കഴിഞ്ഞ ഉടൻ തന്നെ എൻ്റെ ക്ലീനിങ് പരിപാടികൾ. അന്ന് നമുക്കറിയാം എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ രാത്രിയിൽ 2 മണിക്കും 3 മണിക്കും നിന്നിട്ടാണ് നഗരം വൃത്തിയാക്കുന്നത്. കാര്യം അത്രത്തോളം ആൾക്കാർ വരുമ്പോൾ പേപ്പറുകൾ ഉണ്ടാവും, പിന്നെ ഈ വേസ്റ്റ് വന്ന സാധനങ്ങൾ ഉണ്ടാവും, ചാരം ഉണ്ടാവും. ഇതെല്ലാം വാരി പെറുക്കി മാറ്റി വെച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് നഗരം പിറ്റേ ദിവസം രാവിലെ നമ്മൾ വരുമ്പോൾ തലേ ദിവസം പൊങ്കാല ഇത്ര ആർഭാടപൂർവ്വം പൊങ്കാല നടന്ന ഒരു സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് നമുക്ക് തോന്നില്ല. ആ രീതിയിൽ നഗര ശുചീകരണം വളരെ ഭംഗിയായി കൊണ്ടു നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. തന്നെയുമല്ല, ഈ പൊങ്കാല ദിവസം അടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഇത്തവണ മാർച്ച് അവസാനം മുതൽ ഇങ്ങോട്ടൊരു 10 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഇവർ നഗരം ഭയങ്കരമായിട്ട് ഒരുക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ആറ്റുകാൽ ക്ഷേത്ര പരിസരം ഈ മഴ ഇപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മഴ പെയ്യുകയും ചെയ്തു. അപ്പം മഴ പെയ്തു കഴിഞ്ഞപ്പോൾ പല പ്രദേശങ്ങളും ചെളി കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞിരിക്കുകയും ഡ്രെയിനേജ് ഓവർഫ്ലോ ആവുന്ന ഒരു അവസ്ഥ വന്നു. അപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് മുൻപ് ഇതിനെ ഒരു വിഷനോട് കൂടി കണ്ടില്ല എന്നുള്ളതാണ്. അതായത് മഴ പെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ ആലോചിച്ച് നോക്കൂ. ഏകദേശം ഒരാഴ്ച മുന്നേ തന്നെ ഇവിടെ ഒരു ന്യൂനമർദ്ദത്തിന്റെ ഒരു ആശങ്ക നമുക്കിടയിലേക്ക് വന്നിരുന്നു. അപ്പം തന്നെ കേരളത്തിന്റെ പല ജില്ലകളിലും മഴയുണ്ടാകുമെന്നുള്ള ഒരു നേരത്തെ കാലക്കൂട്ടി തന്നെ ഒരു പ്രവചനമൊക്കെ വന്നിട്ടും അതൊന്നും വേണ്ടത്ര കാര്യക്ഷമമായി ചിന്തിച്ചിട്ടില്ല എന്ന് വേണം ഇപ്പൊ കരുതാൻ. കാരണം പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവർ ഇപ്പം ആകെപ്പാട് ആശങ്കയിലാണ്. ഞങ്ങൾ എങ്ങനെ ഇവിടെ ഇരുന്നിട്ട് പൊങ്കാല ഇടും എന്ന് പറയുന്ന ഒരു ആശങ്ക അവർക്ക് ഇടയിലുണ്ട്. തന്നെയുമല്ല, നമ്മൾ നേരത്തെയൊക്കെ പോകുന്ന സമയത്ത് എല്ലായിടം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പലപ്പോഴും വെച്ചിരിക്കുന്നത്. ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പരിസരം, അവിടേക്ക് വന്നിറങ്ങുന്ന റോഡ് അവിടെ വല്ല മിക്കവാറും എല്ലാം ടാർ ചെയ്ത് മണ്ണൊക്കെ ഇട്ട് നിരത്തേണ്ടതാണെങ്കിൽ മണ്ണൊക്കെ ഇട്ട് നിരത്തി വളരെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷത്തെ പൊങ്കാല സമയത്തുണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസമൊക്കെ പോകും വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് അവിടേക്ക് കാറിലാണെങ്കിൽ പോലും നമുക്ക് അവിടെ വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരുന്നു. ഇന്ന് സ്ഥിതിഗതികൾ മാറിയതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മഴ പെയ്തതോടുകൂടി ആറ്റുകാൽ ക്ഷേത്ര പരിസരം കംപ്ലീറ്റ് ചെളി അടിയുന്ന ഒരു പ്രശ്നമൊക്കെ വന്നു. അപ്പം വേറൊരു കൺഫ്യൂഷൻ, ഇനിയിപ്പോൾ ഇത് പിന്നെ ക്ലീൻ ആവാതെ ഉണങ്ങാതെ ഇത് ആൾക്കാർക്ക് ഇരുന്നിട്ട് പൊങ്കാല ഇടാൻ പറ്റില്ല. നമുക്ക് പൊങ്കാല എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റാൻഡ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് പൊങ്കാല ഇടാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ ഓരോ ശാസ്ത്രീയവും അതുപോലെ പിന്നെ ചില ആചാരപരവുമായ ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തുടങ്ങി വലിയ പ്രശ്നങ്ങളും ഇപ്പോൾ നഗരം അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ചില ആളുകളുടെ റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ തന്നെയല്ല, നഗരത്തിൽ ഡ്രെയിനേജ് ഓവർഫ്ലോ ആയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം ഇത് ഒരു മുൻകാല പ്രാബല്യത്തോടു കൂടി ഇപ്പൊ പറയുന്ന ഈ പറയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ഈ ചുമതല ഏറ്റെടുക്കുന്നതും ഇതുപോലെ ഒരു പൊങ്കാലയ്ക്ക് തൊട്ട് മുമ്പായിട്ടാണ്. നമുക്കറിയാം ഡിസംബറിൽ തന്നെയാണല്ലോ ആര്യ രാജേന്ദ്രൻ ചുമതല ഏറ്റെടുക്കുന്നത്. പക്ഷെ ആ വർഷത്തെയും പൊങ്കാല വളരെ മനോഹരമായിട്ട് നടന്നു. അത് എന്നിട്ടും ആര്യ രാജേന്ദ്രനെ ഇവിടെ ക്രൂശിക്കാൻ നിരവധി ഈ പറയുന്ന പോലെ പ്രതിപക്ഷം ഉണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷം BJP ആണ്. അവരന്ന് നിരന്തരം ക്രൂശിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്ന 5 വർഷക്കാലം പൊങ്കാലയെല്ലാം വളരെ നന്നായിട്ട് നടക്കുകയും ചെയ്തു. വേണ്ട രീതിയിൽ വാട്ടർ അതോറിറ്റി ഇപ്പൊ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പം കുറെ ടാങ്കറുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിലൊക്കെ എത്ര ഫലപ്രദമായി കുടിവെള്ളം എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് മണക്കാട് മേഖല. അവിടെ മണക്കാട് എന്നൊക്കെ പറഞ്ഞ ഈ ആറ്റുകാൽ ക്ഷേത്രവുമായിട്ട് അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ്. അവിടെങ്ങളിലൊക്കെ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതിനിടെ CPM എന്തോ പൈപ്പിനകത്ത് കമ്പിടിച്ച് കയറ്റി വെച്ച് പൈപ്പ് ലൈനൊക്കെ അടച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിചിത്രമായ കുറെ ആരോപണങ്ങൾ വരെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പം ഈ പൊങ്കാല സമയത്തെ BJP അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം നഗരസഭ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പൊങ്കാല എന്ന് പറഞ്ഞാൽ വളരെ വല്ലാത്തൊരു സാഹസപ്പെട്ട ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇഷ്ടിക എടുക്കുക നല്ല കാര്യം തന്നെയാണ്, അതിലൊന്നും നമ്മളാരും കുറ്റം പറയുന്നില്ല. അത് നല്ലൊരു കാര്യമാണ്. ജനങ്ങൾക്ക് ഒരു വേണ്ട രീതിയിൽ ഒരു നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കഴിഞ്ഞ തവണത്തെ പോലെ ഏതെങ്കിലും ആരും ആഹ്വാനം ചെയ്യാതിരുന്നാൽ കൊള്ളാം. BJP-ക്കാരും RSS-കാരുള്ള ഇത്തവണയും ഉടച്ചിട്ടിട്ട് പോകാനൊക്കെ പറയാൻ നഗരം വീണ്ടും വൃത്തികേടാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കാം. പക്ഷെ പൊങ്കാലയ്ക്ക് മുൻപുള്ള ഒരു ശുചീകരണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ഒരു കാര്യങ്ങൾ ഒരു ദീർഘകാല അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ VV രാജേഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ പ്രധാനമന്ത്രി വന്നിട്ട് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ബ്ലൂ പ്രിന്റ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതേണ്ടി വരുന്നത്.